Hello everyone. SSC MTS എക്സാമിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത വൊക്കാബുലറി സീരീസ് ആണ് വൊക്കാബ് ഷോർട്സ്. അപ്പോൾ ഇന്ന് വൊക്കാബ് ഷോർട്സിന്റെ ഡേ 8 ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരുപാട് ഇഡിയംസും അതുപോലെ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷനും സിനോണിംസും ഒക്കെ ഡിസ്കസ് ചെയ്യും. അപ്പോൾ വേഗം തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ എല്ലാ പ്രാവശ്യത്തെയും പോലെ ഇഡിയംസ് ആണ് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. ഇഡിയംസും അതിന്റെ മീനിങ്സും പിന്നെ ബാക്ക് സ്റ്റോറി ഉണ്ടെങ്കിൽ അതും അതാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ ഇഡിയം എന്ന് പറയുന്നത് ടു കട്ട് ദ ഗോഡിയൻ നോട്ട് ആണ്, which means to solve a complex problem by a bold action. അപ്പോൾ ഇതാണ് ഇഡിയം, അതിന്റെ മീനിങ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു പ്രോബ്ലം നമ്മൾ ബോൾഡ് ആയിട്ടുള്ള ഒരു ആക്ഷൻ കൊണ്ട് സോൾവ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു കോണ്ടെക്സ്റ്റിൽ യൂസ് ചെയ്യുന്ന ഇഡിയമാണ് ടു കട്ട് ദ ഗോഡിയൻ നോട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ പിന്നിൽ ഒരു ബാക്ക് സ്റ്റോറി ഉണ്ട്. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗോഡിയം എന്ന് പറഞ്ഞ കൺട്രിയിലെ കിങ് ആയിട്ടുള്ള ഗോഡിയസ് ഒരു നോട്ട് ടൈ ചെയ്ത് വെച്ചു. ആ ഒരു നോട്ടിനെയാണ് ഗോഡിയൻ നോട്ട് എന്ന് പറയുന്നത്. ഈ ഒരു നോട്ട്, ഈ ഒരു കെട്ട്, ഇത് റൂളർ ഓഫ് ഏഷ്യയിലെ റൂളറിന് മാത്രമേ അഴിക്കാനായിട്ട് പറ്റൂ. അങ്ങനെയായിരുന്നു അത് ടൈ ചെയ്തത്. അപ്പൊ അലക്സാണ്ടർ അത് എൻകൗണ്ടർ ചെയ്യുകയും അത് അൺടൈസ് ചെയ്യാൻ പറ്റാതെ ആയപ്പോൾ ഭയങ്കര ഫേമസും അതുപോലെ ബോൾഡ് ആയിട്ടുള്ള ഒരു ആക്ഷൻ ആണ് ചെയ്തത്. തന്റെ സോഡ് ഉപയോഗിച്ച് ആ ഒരു ടൈ കട്ട് ചെയ്തു. അപ്പൊ ആ ഒരു ആക്ഷനെ ബേസ് ചെയ്തിട്ടാണ്, അത് ഭയങ്കര ബോൾഡ് ആയിട്ടുള്ള ഒരു ആക്ഷൻ ആയിരുന്നു. ആ ഒരു സൊല്യൂഷൻ, ആ ഒരു പ്രശ്നത്തിനുള്ള ഏറ്റവും നല്ല ബോൾഡ് ആയിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ആയിരുന്നു. അപ്പൊ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഈ ഒരു ഇഡിയത്തിന് ഇങ്ങനെ ഒരു മീനിങ് വന്നത്. ടു കട്ട് ദ ഗോഡിയൻ നോട്ട് എന്ന് പറയുന്നത് ടു സോൾവ് എ കോംപ്ലക്സ് പ്രോബ്ലം ബൈ എ ബോൾഡ് ആക്ഷൻ. ഓക്കെ, അപ്പൊ ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ദ മാനേജർ കട്ട് ദ ഗോഡിയൻ നോട്ട് ബൈ അപ്രൂവിങ് ദ പ്രോജക്ട് ഇമ്മീഡിയറ്റ്ലി. പ്രോജക്റ്റ് ഇമ്മീഡിയറ്റ്ലി അപ്രൂവ് ചെയ്തുകൊണ്ട് മാനേജർ എന്ത് ചെയ്തു? കട്ട് ദ ഗോഡിയൻ നോട്ട്, ആ പ്രശ്നം സോൾവ് ചെയ്തു. അടുത്തത് ടു ത്രോ ഡൗൺ ദ ഗോൺലെറ്റ് ടു ഇഷ്യൂ എ ചാലഞ്ച്. അപ്പൊ ഗോൺലെറ്റ് എന്ന് പറയുന്നത് ഈ നൈറ്റിന്റെ ഒക്കെ കയ്യിലുള്ള ഒരു ഇരുമ്പിന്റെ ഗ്ലൗസ് ഇല്ലേ, അയൺ കൊണ്ടുണ്ടാക്കിയ ഒരു ഗ്ലൗസ്. അപ്പൊ എന്തെങ്കിലും ഒരു ചലഞ്ച്, എതിരാളിയെ ചലഞ്ച് ചെയ്യുന്നതിനായിട്ട് അതിന് തുല്യമായിട്ട് കയ്യിലുള്ള ആ ഗോൺലെറ്റ് എടുത്ത് എറിയും, എടുത്ത് അങ്ങോട്ട് അയാളുടെ അടുത്തേക്ക് എറിയും. ആ ഒരു സംഭവം അയാളെ ചലഞ്ച് ചെയ്യുന്നതിന് തുല്യമായിട്ടാണ് കണക്കാക്കിക്കൊണ്ടിരുന്നത്. അപ്പൊ ആ ഒരു മീനിങ്ങിലാണ് ടു ഇഷ്യൂ എ ചലഞ്ച് എന്നുള്ള ഒരു കോണ്ടെക്സ്റ്റിൽ നമ്മൾ ഈ ഇഡിയം പറയുന്നത് ടു ത്രോ ഡൗൺ ദ ഗോൺലെറ്റ്. അപ്പൊ ഇവിടുത്തെ എക്സാമ്പിൾ, ദ കോമ്പറ്റേറ്റർ ത്രൂ ഡൗൺ ദ ഗോൺലെറ്റ് ടു റെയിനിങ് ചാമ്പ്യൻ. അപ്പൊ ചാമ്പ്യൻ, അത്രയും നാളും എന്താ പറയാ, റെയിനിങ് ചാമ്പ്യൻ ആയിക്കൊണ്ടിരിക്കുന്ന ആളുടെ മുന്നിലേക്ക് എന്താണ് ഒരു ചലഞ്ച് ഇട്ട് കൊടുത്തു. ഹി ത്രൂ ദ ഗോൺലെറ്റ്. അപ്പൊ അതാണ് ആ ഒരു ഇഡിയത്തിന്റെ മീനിങ് എന്ന് പറയുന്നത്. അടുത്തത് ടു ഹാവ് എ കൗ ടു ബിക്കം വെരി ആംഗ്രി ഓർ അപ്സെറ്റ്. അപ്പൊ ഭയങ്കര ആംഗ്രി അല്ലെങ്കിൽ അപ്സെറ്റ് അല്ലെങ്കിൽ വെറീഡ് ആയിട്ടിരിക്കുന്ന ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ടു ഹാവ് എ കൗ എന്ന്. അപ്പൊ കൗ എന്ന് പറയുന്നത് സ്ലാങ്ങിന് ആങ്കർ, ദേഷ്യം, ഇതിനോടൊക്കെ ഒരു റെസംബ്ലൻസ് ഉണ്ട്. അപ്പൊ അത് വെച്ചിട്ടാണ് ഈ ഇഡിയത്തിന് ഈ ഒരു മീനിങ് കൊടുത്തത്. അപ്പം ഹി ലുക്സ് ലൈക്ക് എ കൗ ആ ഒരു മീനിങ്ങിൽ പറയും. കൗവിന്റെ സൈസും കാര്യങ്ങളും വെച്ചിട്ട് ഒരാൾ ദേഷ്യം കൊണ്ട് എൻലാർജ് ആവുന്ന ആ ഒരു മീനിങ്ങിലാണ് അത് പറയുന്നത്. നിങ്ങൾ ഇത്രയും ഓർത്താൽ മതി. കൗ എന്ന് പറയുന്ന സ്ലാങ്ങിന് ആങ്കർ എന്ന് പറയുന്ന ഒരു വേർഡുമായിട്ട് റെസംബ്ലൻസ് ഉണ്ട്. അപ്പൊ ഇതിന്റെ എക്സാമ്പിൾ ഇവിടെ, ഷി ഹാഡ് എ കൗ വെൻ ഷി ഫൗണ്ട് ഔട്ട് അബൌട്ട് ദ മിസ്റ്റേക്ക്. ആ മിസ്റ്റേക്കിനെ കുറിച്ച് അവൾ കണ്ടുപിടിച്ചപ്പോഴേക്കും ഷി ഹാഡ് എ കൗ, ഷി വാസ് എക്സ്ട്രീംലി ആംഗ്രി. ഓക്കെ, അടുത്തത് ടു ടേക്ക് ദ ബുൾ ബൈ ദ ഓൺസ് ടു ഫേസ് എ പ്രോബ്ലം ഡയറക്ട്ലി ആൻഡ് ബ്രേവ്ലി. എന്തെങ്കിലും ഒരു പ്രശ്നം ഭയങ്കര ഡയറക്റ്റ് ആയിട്ട് ബ്രേവ് ആയിട്ട് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ പറയുന്ന ഇഡിയമാണ് എന്ത്? ടു ടേക്ക് ദ ബുൾ ബൈ ദ ഓൺസ്. അപ്പൊ അതായത് ബുൾ അറ്റാക്ക്, അതല്ലെങ്കിൽ ബുൾ ഫൈറ്റിന് കണ്ടിട്ടില്ലേ, അപ്പൊ അതിന്റെ ഹോൺസിൽ ഇങ്ങനെ പിടിച്ചിട്ടാണ് അതിനെ അതിനെ കൺട്രോൾ ചെയ്തിരുന്നത്. അപ്പൊ ആ ഒരു മീനിങ്ങിലാണ് എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ഭയങ്കര ഡയറക്റ്റ് ആയിട്ട് അതുപോലെ ധൈര്യത്തോടെ ഏറ്റെടുക്കുവാണെങ്കിൽ, നേരിടുവാണെങ്കിൽ, അതിനെ ഫേസ് ചെയ്യുവാണെങ്കിൽ അവിടെ പറയുന്ന ഇഡിയമാണ് ടു ടേക്ക് ദ ബുൾ ബൈ ദ ഓൺസ്. അതിനെ ഓണിൽ പിടിച്ച് അതിനെ കൺട്രോൾ ചെയ്ത് ഡയറക്റ്റ് ആയിട്ട് ആ ഒരു പ്രശ്നം ഫേസ് ചെയ്യുക. ഓക്കെ, അടുത്തത് ടു പേ ദ പൈപ്പർ, മീനിങ് ടു ഫേസ് ദ കോൺസിക്വൻസസ് ഓഫ് ഓൺസ് ആക്ഷൻ. ടു പേ ദ പൈപ്പർ, നമ്മൾ പൈഡ് പൈപ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഫെയറി ടെയിൽ പഠിച്ചിട്ടില്ലേ? അപ്പം ഈ ഒരു ടു പേ ദ പൈപ്പർ എന്ന് പറയുന്ന ഒരു ഇഡിയത്തിന്റെ മീനിങ് എന്ന് പറയുന്നത് ടു ഫേസ് ദ കോൺസിക്വൻസസ് ഓഫ് വൺസ് ആക്ഷൻ. അപ്പൊ ഒരാൾ ചെയ്ത പ്രവൃത്തിയുടെ ഫലങ്ങൾ, കോൺസിക്വൻസസ് അനുഭവിക്കേണ്ടി തന്നെ വരും. ആ ഒരു മീനിങ്ങിലാണ് ഈ ഒരു ഇഡിയം പറയുന്നത് ടു പേ ദ പൈപ്പർ. അപ്പം ആ സ്റ്റോറി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലേ? അപ്പൊ റാറ്റ്സിനെ കൺട്രീസിൽ നിന്ന് ആ ഒരു കൺട്രിയിൽ നിന്ന് റാറ്റ്സിനെ തുരത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പൈപ്പറിനെ അവർ വിളിക്കുന്നത്. ഒരു ഫീസും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ദൗത്യം എല്ലാം കഴിഞ്ഞ് എലികളെ എല്ലാം അവിടുന്ന് കൊണ്ടുപോയതിന് ശേഷം അയാളോട് എന്താ പൈസ തരില്ല എന്ന് പറഞ്ഞു. അപ്പൊ ആ ദേഷ്യത്തിൽ അവിടുത്തെ കുട്ടികളെ എല്ലാം ആ കൺട്രിയിൽ നിന്ന് കൊണ്ടുപോയി. അപ്പൊ ആ ഒരു മീനിങ്ങിലാണ്, അതൊരു ശരിക്കും ഒരു എന്താ പറയാ, ആ ഒരു ബിലീഫിലാണ് ടു പേ ദ പൈപ്പർ എന്ന് പറയുന്ന ഒരു ഇഡിയത്തിന് ടു ഫേസ് ദ കോൺസിക്വൻസസ് ഓഫ് വൺസ് ആക്ഷൻ എന്ന മീനിങ് കൊടുത്തത്. ഓക്കെ, അപ്പൊ ഇവിടെ അതിന്റെ എക്സാമ്പിൾ നോക്കാം.
After cheating, he had to pay the piper when caught. അപ്പം ചീറ്റ് ചെയ്തതിന് ശേഷം കണ്ടുപിടിച്ചപ്പോഴേക്കും he had to face the consequences. He had to pay the piper. Okay. അടുത്തത് at 6 and 7 to be in a state of confusion or disorder. അപ്പം നമ്മൾ ഈ ഡൈസ് ഗെയിം ഒക്കെ കളിക്കുന്ന സമയത്ത് 6ഉം 5ഉം വീഴാനായിട്ട് ഭയങ്കര റിസ്ക് ഉള്ള കാര്യമാണ്. അപ്പം ആ ഒരു സംഭവത്തിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത് വന്ന ഒരു ഇഡിയമാണ് അറ്റ് 6 and 7 എന്ന് പറയുന്നത്. അപ്പൊ എന്തെങ്കിലും ഒരു റിസ്ക് ഉള്ള കാര്യം ചെയ്യുക, ആ ഒരു മീനിങ്ങിലാണ്. ടു ബി ഇൻ എ സ്റ്റേറ്റ് ഓഫ് കൺഫ്യൂഷൻ ഓർ ഡിസോർഡർ. എന്തെങ്കിലും ഒരു റിസ്ക് ഉള്ള കാര്യം, അതിലുണ്ടാവുന്ന കൺഫ്യൂഷൻ അല്ലെങ്കിൽ ഡിസോർഡർ, ഇതിനെയൊക്കെ സൂചിപ്പിക്കുന്ന ഇഡിയമാണ് at 6 and 7 എന്ന് പറയുന്നത്. ഇതിന്റെ എക്സാമ്പിൾ, ആഫ്റ്റർ ദ സഡൻ റെസിഗ്നേഷൻ ദ ഓഫീസ് വാസ് at 6 and 7. അപ്പൊ സഡൻ ആയിട്ടുള്ള റെസിഗ്നേഷന് ശേഷം ഓഫീസ് മൊത്തത്തിൽ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയി, ഭയങ്കര പ്രശ്നത്തിലായി, ഫുൾ റിസ്കിലായി. ആ ഒരു മീനിങ്ങിലാണ് at 6 and 7 എന്ന് പറയുന്നത്. അടുത്തത് ലൈക്ക് ചോക്ക് ആൻഡ് ചീസ്, കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ഫ്രം ഈച്ച് അതർ. ചോക്കും ചീസും രണ്ടും പ്രോപ്പർട്ടീസിലും ടെക്സ്ചറിലും ഫുള്ളി ഡിഫറെന്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ്. അപ്പം ഡിഫറൻസിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത് ചോക്ക് ആൻഡ് ചീസ് എന്ന്. Completely different from each other. Example, the two brothers are like chalk and cheese in their personalities. പേഴ്സണാലിറ്റിന്റെ കാര്യം നോക്കുവാണെങ്കിൽ ആ രണ്ട് ബ്രദേഴ്സും ചോക്കും ചീസും പോലെയാണ്, ഒരു സാമ്യവും ഇല്ല, ഭയങ്കര ഡിഫറെന്റ് ആണ്. ഓക്കെ. അടുത്തത് ടു ത്രോ കോൾഡ് വാട്ടർ ഓൺ, മീനിങ് ടു ഡിസ്കറേജ് ഓർ ഡാമ്പൻ എന്തൂസിയാസം. അപ്പൊ എന്തെങ്കിലും ഒരു കാര്യം, ഒരാളുടെ ഉള്ളിലുള്ള ഒരു ഫയർ, ആ ഒരു ഫയറിനെ നമുക്ക് എങ്ങനെ പറയാം, അയാളുടെ ഉള്ളിലുള്ള എന്തെങ്കിലും ഒരു ടാലന്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്ലാൻ. അപ്പൊ ഈ ഒരു കാര്യത്തിൽ നമ്മളൊരു ഫയറിനോട് റിസംബിൾ ചെയ്യുകയാണെങ്കിൽ ആ ഫയറിന്റെ മേളിൽ തണുത്ത വെള്ളം ഒഴിച്ചാൽ എന്താ ഉണ്ടാവാൻ പോകുന്നത്? ആ ഫയർ അണഞ്ഞു പോകും. അതുപോലെയാണ് ഒരാളുടെ ഉള്ളിലുള്ള ഒരു ഫയർ, അയാളുടെ എന്താ പറയാ ആഗ്രഹം, ടാലന്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്ലാൻ. അപ്പൊ ഇതിനെ ഡിസ്കറേജ് ചെയ്യുക, തണുത്ത വെള്ളം ഒഴിക്കുന്ന പോലെ അത് കെടുത്തുക, ആ ഒരു മീനിങ്ങിലാണ് ഇത് പറയുന്നത്. ടു ത്രോ കോൾഡ് വാട്ടർ ഓൺ ടു ഡിസ്കറേജ് ഓർ ഡാമ്പൻ എന്തൂസിയാസം. അപ്പൊ അതിന്റെ എക്സാമ്പിൾ, ഹിസ് ക്രിറ്റിസിസം ത്രൂ കോൾഡ് വാട്ടർ ഓൺ ദെയർ പ്ലാൻസ്. അയാളുടെ ക്രിറ്റിസിസം കാരണം അവരുടെ പ്ലാൻസ് ഭയങ്കര എന്താ പറയുക ഡിസ്കറേജ്ഡ് ആയി, ഒരു കോൾഡ് വാട്ടർ ഒഴിച്ച പോലെ ആയി. അടുത്തത് ടു ക്രോസ് ദ റുബിക്കോൺ ടു ടേക്ക് ആൻ ഇറവോക്കബിൾ സ്റ്റെപ്പ്. എക്സാമ്പിൾ, ബൈ റിസൈനിങ് ഹി ക്രോസ് ദ റുബിക്കോൺ ആൻഡ് ചേഞ്ച് ഹിസ് കരിയർ പാത്ത് ഫോർ എവർ. അപ്പൊ ക്രോസ് ദ റുബിക്കോൺ, റുബിക്കോൺ എന്ന് പറയുന്ന ഒരു റിവർ ആണ്. ആ റിവർ പാസ് ചെയ്തതിന്റെ ഫലമായിട്ട് ഒരു വോർ ഒക്കെ ഉണ്ടായി. അതിന് പിന്നീട് ഒരു സ്റ്റോറി ഉണ്ട്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി, കുറച്ച് ലോങ് സ്റ്റോറിയാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്യുക, അത് തിരിച്ചെടുക്കാൻ പറ്റൂല, ഇറിവോക്കബിൾ ആയിട്ടുള്ള ഒരു ആക്ഷൻ ആണെങ്കിൽ അതിനെ സൂചിപ്പിക്കുന്നതാണ് ടു ക്രോസ് ദ റൂബിക്കോൺ എന്ന്. അതിന്റെ എക്സാമ്പിൾ, റിസൈൻ ചെയ്തുകൊണ്ട് ഹി ക്രോസ് ദ റൂബിക്കോൺ ആൻഡ് ചേഞ്ച് ഹിസ് കരിയർ പാത്ത് ഫോർ എവർ. റിസൈൻ ചെയ്തു, അത് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഇനിയിപ്പോ അതിലേക്ക് തിരിച്ചു പോകാൻ പറ്റില്ല. അത് ചെയ്തത് കൊണ്ട് എന്താണ്, അയാളുടെ കരിയർ പാത്ത് ഫോർ എവർ ആയിട്ട് അയാൾ എന്ത് ചേഞ്ച് ചെയ്തു, ആ ഒരു മീനിങ്ങിലാണ് പറയുന്നത്. അടുത്തത് ദ ലാസ്റ്റ് ഇഡിയം, ബാക്ക് ടു ദ ഡ്രോയിങ് ബോർഡ് ടു സ്റ്റാർട്ട് ഓവർ അഗെയിൻ ഫ്രം ദ ബിഗിനിങ്. അതായത് ബാക്ക് ടു ദ ഡ്രോയിങ് ബോർഡ്, പിന്നെയും ഡ്രോയിങ് ബോർഡിലേക്ക്. അപ്പൊ എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങി പിന്നെയും അവിടേക്ക് തന്നെ തിരിച്ചു വരുന്നു എന്നുള്ള മീനിങ്ങിലാണ് ഈ ഒരു ഇഡിയം പറയുന്നത്. ബാക്ക് ടു ദ ഡ്രോയിങ് ബോർഡ് വിച്ച് മീൻസ് ടു സ്റ്റാർട്ട് ഓവർ അഗെയിൻ ഫ്രം ദ ബിഗിനിങ്. അപ്പൊ ഇതിന്റെ എക്സാമ്പിൾ നമുക്ക് നോക്കാം. വെൻ ദ പ്രോജക്ട് ഫെയിൽ ദേ ഹാഡ് ടു ഗോ ബാക്ക് ടു ദ ഡ്രോയിങ് ബോർഡ്. ആ ഒരു പ്രോജക്ട് ഫെയിൽ ആയപ്പോഴേക്കും അവർക്ക് പിന്നെയും ആ റൂട്ടിൽ നിന്ന്, ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യത്തിൽ നിന്ന് പിന്നെയും തുടങ്ങേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ പിന്നെയും ഡ്രോയിങ് ബോർഡിലേക്ക്, ബാക്ക് റിട്ടേൺ ടു ദ ഡ്രോയിങ് ബോർഡ്. ഓക്കെ. ഇതൊക്കെയാണ് ഇന്നത്തെ ഇഡിയംസ് എന്ന് പറയുന്നത്. അടുത്തത് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ഫോർ SSC-MTS. അപ്പം വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ, SSC-MTS-നെ ഫോക്കസ് ചെയ്തിട്ടുള്ള കുറച്ച് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ നോക്കാം. ആദ്യം തന്നെ ഫിലാറ്റലിസ്റ്റ്, മീനിങ് എ പേഴ്സൺ ഹൂ കളക്ട് സ്റ്റാമ്പ്സ്. അപ്പം സ്റ്റാമ്പ് ഒക്കെ കളക്ട് ചെയ്യുന്ന ഒരാളെ പറയുന്നതാണ് ഫിലാറ്റലിസ്റ്റ്. നമ്മൾ ഇതുപോലത്തെ കുറച്ച് വേർഡ്സ് പഠിച്ചിട്ടില്ലേ, അപ്പൊ ഇതൊരു ഇമ്പോർട്ടന്റ് വേർഡ് ആണ് ഫിലാറ്റലിസ്റ്റ്. അടുത്തത് നെയിം സേക്ക്, എ പേഴ്സൺ നെയിംഡ് ആഫ്റ്റർ അനദർ പേഴ്സൺ. അപ്പം ഏതെങ്കിലും ഒരു പേഴ്സൺ അയാളുടെ പേരിനെ വെച്ചിട്ട് വേറൊരാൾക്ക് പേരിടുവാണെങ്കിൽ അതിനെ പറയുന്നതാണ് നെയിം സേക്ക്. ഓക്കെ. അടുത്തത് ഗ്ലട്ടൺ, മീനിങ് എ പേഴ്സൺ ഹൂ ഈറ്റ്സ് എക്സസീവ്ലി. ഭയങ്കരമായിട്ട് ഫുഡ് കഴിക്കുന്ന ഒരാളെ പറയുന്ന വേർഡാണ് ഗ്ലട്ടൺ. ഓക്കെ. ഗ്ലട്ടൺ മീൻസ് ദ പേഴ്സൺ ഹൂ ഈറ്റ്സ് എക്സസീവ്ലി. അടുത്തത് ലാക്കോണിക്, മീനിങ് യൂസിങ് വെരി ഫ്യൂ വേർഡ്സ്. ഭയങ്കര കുറച്ച് വാക്കുകൾ മാത്രമേ യൂസ് ചെയ്യുള്ളൂ, പക്ഷെ അതിലെല്ലാം മീനിങ്ങും കാണും. ആ ഒരു വേർഡാണ് ലാക്കോണിക്, വിച്ച് മീൻസ് യൂസിങ് വെരി ഫ്യൂ വേർഡ്സ്. അടുത്തത് ബൈഗോട്ട്, എ പേഴ്സൺ ഹു ഇസ് ഇൻടോളറന്റ് ഓഫ് ഡിഫറെന്റ് ഒപ്പീനിയൻസ്. മെയിൻലി റിലീജിയസ് ബേസ്ഡ് ആയിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പൊ എന്തെങ്കിലും ഒരു കാര്യത്തിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുക, ഫുൾ അയാളുടെ മൈൻഡ് ഫുൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളായിരിക്കും, വേറെ ഒന്നും അയാൾ എന്താ ബാക്കിയുള്ള ഒപ്പീനിയൻസ് ഒന്നും അയാൾ വക വെക്കൂല. അങ്ങനത്തെ ഒരു ആളെ പറഞ്ഞതാണ് ബൈഗോട്ട്. ഓക്കെ. അടുത്തത് ഗോർമണ്ട്, എ പേഴ്സൺ ഹു എൻജോയ്സ് ഈറ്റിംഗ് ആൻഡ് ഓഫൺ ഈറ്റ്സ് ടു മച്ച്.
ഫുഡ് ഭയങ്കരമായിട്ട് ഗുഡ് ഫുഡിനെ ഒരുപാട് അഡ്മയർ ചെയ്യുന്ന, ഒരുപാട് ഫുഡ് എൻജോയ് ചെയ്യുന്ന ഒരാളെ പറയുന്നതാണ് ഗോർമണ്ട്. അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് ഗ്ലട്ടൺ വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഓവറായിട്ട് ഫുഡ് കഴിക്കുന്ന ആളെ ആണെങ്കിൽ, ഇവിടെ ഫുഡ് കഴിക്കുന്നത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന, ഗുഡ് ഫുഡിനെ അഡ്മയർ ചെയ്യുന്ന ഒരാളെ പറയുന്നതാണ് ഗോർമണ്ട്. ഓക്കെ, അടുത്തത് സൈക്കോഫാന്റ്, a person who flatters for personal gain. അപ്പം ഏതെങ്കിലും ഒരാളെ ഒരാവശ്യത്തിന് വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ഫ്ലാറ്റർ ചെയ്യുക, പുകഴ്ത്തുക, അങ്ങനെയുള്ള ആൾക്കാരെ പറയുന്നതാണ് സൈക്കോഫാന്റ്, which means a person who flatters for personal gain. അടുത്തത് പെസിഫിസ്റ്റ്. പെസിഫിസ്റ്റ് നമ്മൾ ഈ പസഫിക് ഓഷ്യൻ എന്ന് പറയൂലേ, എന്തുകൊണ്ടാണ് പസഫിക് ഓഷ്യൻ ആ പേര് കൊടുത്തത്? ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ളത് കൊണ്ട്. അപ്പൊ പെസിഫിക് അല്ലെങ്കിൽ ആ ഒരു വേർഡിന് പീസ് എന്ന അർത്ഥമുണ്ട്. അപ്പൊ ഇവിടെ പെസിഫിസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പീസ്, സമാധാനത്തെ ഭയങ്കരമായിട്ട് എന്താ പറയാ ആവശ്യമുള്ള, അതിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന, വാറൊക്കെ യുദ്ധങ്ങളെയൊക്കെ എതിർക്കുന്ന ഒരാളെ പറയുന്നതാണ് പെസിഫിസ്റ്റ് എന്ന്. ഓക്കെ, എ പേഴ്സൺ ഹു ബിലീവ്സ് ഇൻ പീസ് ആൻഡ് ഒപ്പോസസ് വാർ. അടുത്തത് സൈനോഷ്യൂർ, എ പേഴ്സൺ ഹു തിങ്ക് ദാറ്റ് ഈസ് ദ സെന്റർ ഓഫ് അറ്റൻഷൻ ഓർ അഡ്മിറേഷൻ. അപ്പൊ എന്തെങ്കിലും ഒരു കാര്യം, എന്തെങ്കിലും ഒരു പ്രോഗ്രാം, അതിൽ സെന്റർ ഓഫ് അട്രാക്ഷൻ ആയിട്ടുള്ള ഒരു പേഴ്സണെ അല്ലെങ്കിൽ ഒരു കാര്യത്തെ പറയുന്നതാണ് സൈനോഷ്യൂർ. ഓക്കെ, സൈനോഷ്യൂർ മീൻസ് ദ പേഴ്സൺ ഓർ തിങ് ദാറ്റ് ഈസ് സെന്റർ ഓഫ് അറ്റൻഷൻ. അപ്പൊ സെന്റർ ഓഫ് അറ്റൻഷൻ ആയിട്ടുള്ള ഒരു കാര്യം, ഭയങ്കര എന്താ പറയാ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യം, അതിനെ പറയുന്നതാണ് സൈനോഷ്യൂർ. അതൊരു കാര്യമാവാം അല്ലെങ്കിൽ ഒരു പേഴ്സൺ ആവാം. ഓക്കെ, അടുത്തത് സിഫയർ, ജെന്റിൽ മൈൽഡ് ബ്രീസ്, ഭയങ്കര ജെന്റിൽ ആയിട്ടുള്ള മൈൽഡ് ആയിട്ടുള്ള ബ്രീസിനെ പറയുന്നതാണ് സിഫയർ. ഓക്കെ, സിഫയർ ZEPHYR, സിഫയർ. ഓക്കെ, അപ്പൊ ഇത്രയും വൺ വേർഡ്സ് ആണ് ഇന്ന് നമ്മൾ പഠിച്ചത്. ഇനി നമുക്ക് അടുത്ത കുറച്ച് സിനോണിയംസ് നോക്കാം. ആദ്യത്തേത് എബോർ. എബോർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹേറ്റ്, വെറുക്കുക എന്നാണ് അർത്ഥം. അപ്പൊ അതിന്റെ സിനോണിയംസ് നമുക്ക് നോക്കാം. ഡിറ്റസ്റ്റ്, ലോത്ത്, ഡിസ്പൈസ്. അപ്പം ഡിറ്റസ്റ്റ്, ലോത്ത്, ഡിസ്പൈസ്. അപ്പൊ ഇതൊക്കെയാണ് അതിന്റെ സിനോണിയംസ് എന്ന് പറയുന്നത്. അപ്പൊ ഓർക്കുക, എബോർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹേറ്റ് ചെയ്യുക, വെറുക്കുക എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പം എബോറിന്റെ മലയാളം മീനിങ് ഓർത്തു വെക്കുക, വെറുക്കുക, ഹേറ്റ് ചെയ്യുക, ഹേറ്റ്രഡ്. അപ്പൊ അതിന്റെ സിനോണിയംസ് ആണ് ഡിറ്റസ്റ്റ്, ലോത്ത്, ഡിസ്പൈസ്. അടുത്തത് മാഗ്നാനിമസ്, വിച്ച് മീൻസ് ജനറസ് ഇൻ ഫോർഗിവിങ്. അപ്പൊ ഭയങ്കരമായിട്ട് ഫോർഗിവിങ് ആയിട്ടുള്ള, എല്ലാവരോടും ക്ഷമിക്കുന്ന ആ കൈൻഡ് ഓഫ് ആറ്റിറ്റ്യൂഡിനെ പറയുന്നതാണ് മാഗ്നാനിമസ്. അപ്പൊ അതിന്റെ സിനോണിയംസ് എന്ന് പറയുന്നത് നോബിൾ, ജനറസ്, ഫോർഗിവിങ്. ഓക്കെ, നോബിൾ, ജനറസ്, ഫോർഗിവിങ് വേണമെങ്കിൽ നമുക്ക് കൈൻഡ് എന്നും പറയാം. ഭയങ്കര കൈൻഡ് ആയിട്ടുള്ള, ജനറസ് ആയിട്ടുള്ള, ഭയങ്കര ഫോർഗിവിങ് ആയിട്ടുള്ള ആ ഒരു ക്വാളിറ്റിയെ പറയുന്നതാണ് മാഗ്നാനിമസ് എന്ന്. ഓക്കെ, അടുത്തത് കാൻഡിഡ്. അപ്പൊ കാൻഡിഡ് ഫോട്ടോസ് ഒക്കെ എല്ലാവർക്കും അറിയാം, ഭയങ്കര എന്താ പറയാ ജെനുവിൻ ആയിരിക്കും, ഭയങ്കര ഒത്തന്റിക് ആയിട്ടുള്ള ഫോട്ടോസ് ആയിരിക്കും. അപ്പൊ അതിനെ സൂചിപ്പിക്കുന്നതാണ് കാൻഡിഡ്, വിച്ച് മീൻസ് ഹോണസ്റ്റ്. അതിന്റെ സിനോണിയംസ് ആണ് ഫോർത്രൈറ്റ്, ഫ്രാങ്ക്, ഓപ്പൺ. ഭയങ്കര ഫോർത്രൈറ്റ്, സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള, ഫ്രാങ്ക് ആയിട്ടുള്ള, ഓപ്പൺ ആയിട്ടുള്ള, ജെനുവിൻ ആയിട്ടുള്ള, എന്താ പറയാ ട്രൂത്ത്ഫുൾ ആയിട്ടുള്ള, ഒത്തന്റിക് ആയിട്ടുള്ള ഒരു മീനിങ്ങിലാണ് കാൻഡിഡ് എന്ന് പറയുന്നത്. അടുത്തത് ഡിസീവ്. ഡിസീവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോമൺലി ചീറ്റിംഗ് എന്ന് പറയുന്ന മീനിങ് ആണ്. ചീറ്റിംഗ്, വിച്ച് മീൻസ് ഡിസീവ്. അപ്പൊ അതിന്റെ സിനോണിയംസ് നോക്കാം. ബിഗ്വൈൽ, മിസ്ലീഡ്, ട്രിക്ക്. മിസ്ലീഡ് എന്ന് പറയുന്നത് ചീറ്റിംഗ് എന്ന് പറയുന്നത്, ഒരാളെ എന്താ പറയാ ടെംപ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ എന്താ പറയാ ചീറ്റ് ചെയ്യുക, വഞ്ചിക്കുക, ആ ഒരു മീനിങ്ങിൽ പറയുന്ന വേർഡാണ് ഡിസീവ്. അതിന്റെ സിനോണിംസ് ആണ് ബിഗ്വൈൽ, വിച്ച് മീൻസ് അട്രാക്ട്, മിസ്ലീഡ് ആൻഡ് ട്രിക്ക്. അടുത്തത് എലക്വന്റ്. എലക്വന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഫ്ലുവന്റ് ആയിട്ടുള്ള, ഭയങ്കര ടോക്കറ്റീവ് ആയിട്ടുള്ള ആ ഒരു മീനിങ് വരുന്ന വേർഡാണ് എലക്വന്റ്, വിച്ച് മീൻസ് ഫ്ലുവന്റ്. ഇനി അതിന്റെ സിനോണിംസ് നോക്കാം. ആർട്ടിക്കുലേറ്റ്, എക്സ്പ്രസീവ്, ഫ്ലുവന്റ്. ഭയങ്കര എക്സ്പ്രസീവ് ആയിട്ടുള്ള, ആർട്ടിക്കുലേറ്റ് ആയിട്ടുള്ള, ഫ്ലുവന്റ് ആയിട്ടുള്ള, ടോക്കറ്റീവ് ആയിട്ടുള്ള ആ ഒരു മീനിങ്ങിലാണ് എലക്വന്റ് എന്ന് പറയുന്നത്. അടുത്തത് ഫ്രൂഗൽ. പൈസയൊക്കെ ഭയങ്കര കെയർഫുൾ ആയിട്ട് ചെലവാക്കുന്ന, ഭയങ്കര എക്കണോമിക്കൽ ആയിട്ടുള്ള, ഭയങ്കര സ്പെയർ ചെയ്ത് ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ട് നോക്കുന്ന ആ കൈൻഡ് ഓഫ് ആറ്റിറ്റ്യൂഡാണ് ഫ്രൂഗൽ. അതിന്റെ സിനോണിയംസ് ആണ് പാഴ്സിമോണിയസ്, ത്രിഫ്റ്റി, സ്പെയറിംഗ്. പാഴ്സിമോണിയസ്, ത്രിഫ്റ്റി, സ്പെയറിംഗ്. ഇതൊക്കെയാണ് ഫ്രൂഗലിന്റെ സിനോണിയംസ് എന്ന് പറയുന്നത്. ഫ്രൂഗൽ എന്ന് കേൾക്കുമ്പോഴേ കെയർഫുൾ അല്ലെങ്കിൽ എന്താ പറയാ സ്പെയറിംഗ് എന്നൊക്കെ ഓർക്കുക. അടുത്തത് ഗ്രിഗേറിയസ്. ഗ്രിഗേറിയസ് എന്ന് പറയുന്നത് ഭയങ്കര ഔട്ട് ഗോയിങ് ആയിട്ടുള്ള, സോഷ്യബിൾ ആയിട്ടുള്ള, എല്ലാവരോടും ഭയങ്കരമായിട്ട് കമ്പനി ആവുന്ന അങ്ങനെയുള്ള ആൾക്കാരെ പറയുന്നതാണ് ഗ്രിഗേറിയസ്. ഇറ്റ്സ് ആൻ അഡ്ജക്റ്റീവ്.
അപ്പൊ എന്താ ഭയങ്കര ഔട്ട് ഗോയിങ് ആയിട്ടുള്ള, സോഷ്യബിൾ ആയിട്ടുള്ള, അഫബിൾ ആയിട്ടുള്ള, അഫബിൾ മീൻസ് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള, അമിയബിൾ ആയിട്ടുള്ള ആളെ പറയുന്നതാണ് ഗ്രിഗേറിയസ്. അമിയബിൾ എന്നും വരും അതിന്റെ സിനോണിയം. അമിയബിൾ, അമിയബിൾ, അഫബിൾ, സോഷ്യബിൾ, ഔട്ട് ഗോയിങ്, ഫ്രണ്ട്ലി, ഇതൊക്കെ വരും. അടുത്തത് ഹിൻഡർ, ഒബ്സ്ട്രക്ട്, എന്തെങ്കിലും ഒരു കാര്യത്തെ തടയുക, ഒബ്ജക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ തടസ്സമായിട്ട് ഇരിക്കുക, ആ ഒരു മീനിങ്ങിലാണ് ഹിൻഡർ എന്ന് പറയുന്നത്. അതിന്റെ മീനിങ് ഒബ്സ്ട്രക്ട്. സിനോണിയംസ് നോക്കാം, ഇംപീഡ്, ഒബ്സ്ട്രക്ട്, ഹാമ്പർ. അപ്പൊ ഇതൊക്കെ എന്താണ്? തടയുക, തടസ്സം എന്നുള്ളൊരു മീനിങ്ങിൽ പറയുന്നതാണ്. അടുത്തത് ഇംപാർഷ്യൽ. ഇംപാർഷ്യൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരോടും പ്രത്യേകമായിട്ട് ഒരു താല്പര്യമില്ല, എല്ലാവരോടും ഈക്വൽ ആയിട്ട് നിൽക്കുക, പക്ഷാഭേദം ഇല്ലാതെ നിൽക്കുക, ആ ഒരു മീനിങ്ങിൽ പറയുന്നതാണ് ഇംപാർഷ്യൽ. അതിനെ അൺബയാസ്ഡ് എന്ന് പറയാം. ആർക്കും എന്താ പറയാ, അവരെ സ്വാധീനിക്കാൻ പറ്റൂല, ഭയങ്കര ഇംപാർഷ്യൽ ആയിട്ട് ഭയങ്കര ട്രൂ ആയിട്ട് നിൽക്കുന്ന മീനിങ് ആണ് ഇംപാർഷ്യൽ, സോറി അൺബയാസ്ഡ്. അടുത്തത് അതിന്റെ സിനോണിയംസ് ഡിസ്പാഷനേറ്റ്, അൺബയാസ്ഡ്, ന്യൂട്രൽ, ന്യൂട്രൽ ആയിട്ട് നിൽക്കുക, അൺബയാസ്ഡ് ആയിട്ട് നിൽക്കുക, ഡിസ്പാഷനേറ്റ് ആയിട്ട് നിൽക്കുക, ആ ഒരു മീനിങ്ങിലാണ് ഇംപാർഷ്യൽ എന്ന് പറയുന്നത്. അടുത്തത് ലെഥാർജിക്. ലെഥാർജിക് മീൻസ് സ്ലഗിഷ്, ഭയങ്കര ലേസി ആയിട്ടുള്ള, സ്ലഗിഷ് ആയിട്ടുള്ള, ഒന്നും ചെയ്യാൻ താല്പര്യമില്ലാത്ത, വോക്ക് ഒക്കെ അവോയ്ഡ് ചെയ്യുന്ന, ഭയങ്കര സ്ലീപ്പിഷ് ആയിട്ടുള്ള, എനർജറ്റിക് അല്ലാത്ത, വീക്ക് ആയിട്ടുള്ള ആളെ പറയുന്നതാണ് ലെഥാർജിക്. അല്ലെങ്കിൽ ആ ഒരു മീനിങ് വരുന്ന വേർഡ് ആണ് ലെഥാർജിക്. സിനോണിംസ് ടോപ്പിഡ്, സ്ലഗിഷ്, അപ്പാത്തറ്റിക്. ഓക്കെ, സ്ലഗിഷ്, ടോർപിഡ്, അപ്പാത്തറ്റിക്. അപ്പൊ ഇതൊക്കെയാണ് ലെഥാർജിക്കിന്റെ മീനിങ് എന്ന് പറയുന്നത്, സിനോണിംസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ഒരു വർക്ക്ഔട്ട് സെഷൻ ആണ്. അപ്പം ടു കട്ട് ദ ഗോഡിയൻ നോട്ട്, അപ്പൊ അതിന്റെ മീനിങ് ഇതിൽ ഏതായിരിക്കും വരുന്നത്? യെസ്, ടു സോൾവ് എ കോംപ്ലക്സ് പ്രോബ്ലം. അപ്പൊ ഇതാണ് വണ്ണിന്റെ ആൻസർ. അടുത്തത് ടു ഹാവ് എ കൗ. ടു ഹാവ് എ കൗ എന്ന് പറയുന്നത് എന്താ? ടു ബി വെരി ആംഗ്രി ഓർ അപ്സെറ്റ് അല്ലേ? അത് ഓർഡറിൽ തന്നെയാണ് ആൻസർ കൊടുത്തേക്കുന്നത്. അടുത്ത ടു ടേക്ക് ദ ബുൾ ബൈ ദ ഓൺസ്, ടു ഫേസ് ദ ഡിഫിക്കൽട്ടി ഡയറക്ട്ലി. ഡയറക്റ്റ് ആയിട്ട് എന്തെങ്കിലും ഒരു ഡിഫിക്കൽട്ടി ഫേസ് ചെയ്യുന്നതിനെയാണ് ടു ഫേസ് ദ ബുൾ ബൈ ഓൺസ് എന്ന് പറയുന്നത്, ടേക്ക് ദ ബുൾ ബൈ ഓൺസ് എന്ന് പറയുന്നത്. അടുത്തത് 6 and 7 എന്ന് പറയുന്നത് ഇൻ എ സ്റ്റേറ്റ് ഓഫ് കൺഫ്യൂഷൻ, ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള അവസ്ഥയെ പറയുന്നതാണ് at 6 and 7. അടുത്തത് ലൈക്ക് ചോക്ക് ആൻഡ് ചീസ്. അപ്പൊ ചോക്ക് ആൻഡ് ചീസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ആലോചിക്കുക, ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള രണ്ട് ഒബ്ജക്റ്റ് ആണ്, വിച്ച് കനോട്ട് ബി സീൻ ആസ് ഈക്വൽ. അപ്പം ചോക്കിന്റെയും ചീസിന്റെയും പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് ഭയങ്കര ഡിഫറെന്റ് ആണ്. അതുകൊണ്ടിട്ടാണ് ലൈക്ക് ചോക്ക് ആൻഡ് ചീസ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യത്തെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തതായിട്ട് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷന്റെ വർക്ക്ഔട്ട് ആണ്. ആദ്യത്തേത് എ പേഴ്സൺ ഹു കളക്ട് സ്റ്റാമ്പ്. സ്റ്റാമ്പ് ഒക്കെ കളക്ട് ചെയ്യുന്ന ആളെ എന്താ പറയാ? നിങ്ങൾ തന്നെ ആൻസർ കണ്ടുപിടിക്കാൻ നോക്കിക്കോണം. ആദ്യത്തേത് ഓപ്ഷൻ എ ഫിലാറ്റലിസ്റ്റ്, നുമിസ്മാറ്റിസ്റ്റ്, മിസാൻത്രോപ്പ്. അപ്പൊ ഏതാ ആൻസർ? ഫിലാറ്റലിസ്റ്റ്. ഫിലാറ്റലിസ്റ്റ് ആണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. നുമിസ്മാറ്റിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോയിൻസ് ഒക്കെ കളക്ട് ചെയ്യുന്ന ആളെ പറയുന്നതാണ്. മിസാൻത്രോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹ്യൂമൻ കൈൻഡിനെ തന്നെ ഹേറ്റ് ചെയ്യുന്ന ആളെ പറയുന്നതാണ്. അടുത്തത് പേഴ്സൺ ഹു ഈറ്റ്സ് ആൻഡ് ഡ്രിങ്ക്സ് എക്സസീവ്ലി, ഭയങ്കരമായിട്ട് ഫുഡ് കഴിക്കുക അല്ലെങ്കിൽ വെള്ളം കുടിക്കുക അങ്ങനെ ചെയ്യുന്ന ആൾക്കാരെ പറയുന്നത് എന്താണ്? ഗ്ലട്ടൺ. ഓക്കെ, ഗ്ലട്ടൺ. അടുത്തത് someone who flatters for gain. അപ്പൊ എന്തെങ്കിലും ഒരു നേട്ടത്തിന് വേണ്ടിയിട്ട് ആരെങ്കിലും ഫ്ലാറ്റർ ചെയ്യുന്ന ആളെ പറയുന്നത് എന്താ? സൈക്കോഫാന്റ്. അടുത്തത് യൂസിങ് വെരി ഫ്യൂ വേർഡ്സ്, ഭയങ്കര കുറച്ച് വാക്കുകൾ മാത്രം യൂസ് ചെയ്യുക, ലാക്കോണിക്. അടുത്തത് ആ ജെന്റിൽ ബ്രീസ്, ഭയങ്കര ജെന്റിൽ ആയിട്ടുള്ള മൈൽഡ് ആയിട്ടുള്ള ബ്രീസിനെ പറയുന്നത് എന്താ? സിഫയർ. ഓക്കെ, അടുത്തത് സിനോണിയംസിന്റെ പ്രാക്ടീസ് ആണ്. എബോർ. എബോർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ലോആദ് അല്ലേ? അടുത്തത് മാഗ്നാനിമസ്. മാഗ്നാനിമസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ജനറസ് ആയിട്ടുള്ള എന്നാണ്. അപ്പം ഇവിടെ ജനറസിന്റെ മീനിങ് ഏതിലാ വരുന്നത്? നമ്മൾ പ്രീവിയസ് സെഷനിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ബെനവലന്റ് വിച്ച് മീൻസ് കൈൻഡ്, അതാണ് മാഗ്നാനിമസ്. ഓക്കെ, അതാണ് ആൻസർ. അടുത്തത് കാൻഡിഡ്. കാൻഡിഡ് എന്ന് പറയുമ്പോൾ ഏതാ? ഇവേസീവ് ആണോ, ഫ്രാങ്ക് ആണോ, ഡിസെപ്റ്റീവ് ആണോ? ഫ്രാങ്ക്. അടുത്തത് ഫ്രൂഗൽ. ഫ്രൂഗൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര എന്താ പറയാ, ത്രിഫ്റ്റി ആയിട്ടുള്ള, സ്പെയറിംഗ് ആയിട്ടുള്ള ആളെ പറയുന്നതാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ക്വാളിറ്റിയെ പറയുന്നതാണ് ഫ്രൂഗൽ എന്ന്. അപ്പൊ ഇവിടുത്തെ ആൻസർ ത്രിഫ്റ്റി.
അടുത്തത് ഗ്രിഗേറിയസ്. ഗ്രിഗേറിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സോഷ്യബിൾ ആയിട്ടുള്ള, ഔട്ട് ഗോയിങ് ആയിട്ടുള്ള, ഫ്രണ്ട്ലി ആയിട്ടുള്ള ആളെ പറയുന്നതാണ്. ഓക്കെ ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ സെഷനിലുള്ളത്. അപ്പൊ 10 വൺ വേർഡ് പഠിച്ചു, 10 ഇഡിയംസ് പഠിച്ചു, 10 സിനോണിംസും പഠിച്ചു. ഇനി അടുത്ത നെക്സ്റ്റ് വേർഡ്സുമായിട്ട് നമ്മൾ അടുത്ത സെഷനിൽ വരുന്നതായിരിക്കും. അതുവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് ഹാപ്പി ലേണിംഗ്.